നമസ്കാരം. കൊച്ചി മെട്രോയ്ക്ക് ഇപ്പോൾ പ്രവർത്തന ലാഭം കൈവരിച്ച വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അങ്ങനെ പ്രവർത്തന ലാഭമുള്ള രണ്ടോ മൂന്നോ മെട്രോ റെയിൽ സർവീസുകളെ ഇന്ത്യയിലുള്ളൂ എന്നറിയുമ്പോഴാണ് കൊച്ചി മെട്രോയുടെ സാധ്യത നാം തിരിച്ചറിയുന്നത്. തുടർച്ചയായി രണ്ടാം വർഷവും ലാഭമുണ്ടാക്കിയിരിക്കുകയാണ് കൊച്ചി മെട്രോ. ദിനയാത്രികരുടെ എണ്ണത്തിലും വർധന കൈവരിച്ചു. ലാഭം മുൻ വർഷത്തെ 5.35 കോടിയിൽ നിന്ന് 4 മടങ്ങ് ലേലം വർദ്ധിച്ച് 22.94 കോടിയിലെത്തി. മെട്രോയ്ക്കായി മുടക്കിയ പണവും അതിന്റെ പലിശയും നോക്കുമ്പോൾ ഈ പ്രവർത്തന ലാഭം മതിയാകില്ല. അതിന്മേലുള്ള മൂലധന നിക്ഷേപം തിരിച്ചു കിട്ടാൻ അങ്ങനെ മൂലധന നിക്ഷേപം തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗതാഗത സംവിധാനം ലോകത്തില്ല. പക്ഷേ മെച്ചപ്പെട്ട ഗതാഗത സംവിധാനം മൂലം നാടിന്റെ വിവിധ മേഖലകളിൽ കൈവരിക്കുന്ന വളർച്ച, അത് കൊണ്ടുവരുന്ന നികുതി വരുമാനം, ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനം, അവർ ഒന്നാകെ സേവ് ചെയ്യുന്ന സമയം, ആ സമയവും ഊർജവും മറ്റു തലങ്ങളിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന ഭൗതികമായ നേട്ടങ്ങൾ, 1,00,000 യാത്രക്കാരെ പ്രതിദിനം കൊച്ചി മെട്രോ വഹിക്കുമ്പോൾ, ഒരുപാട് വാഹനങ്ങൾ റോഡിൽ നിന്ന് ഒഴിവാകുമ്പോൾ, സേവ് ചെയ്യുന്ന പെട്രോൾ, ഡീസൽ, ഫോറിൻ എക്സ്ചേഞ്ച്, ഒഴിവാക്കുന്ന വർദ്ധിത കാർബൺ ബഹിർഗമനം, ഇങ്ങനെ പരോക്ഷമായും എത്രയോ നേട്ടങ്ങൾ നാടിന് കൊണ്ടുവരാൻ മെച്ചപ്പെട്ട റെയിൽ സംവിധാനത്തിന് കഴിയും. ഈ വിഷയങ്ങൾ തീരെ പരിഗണിക്കാതെയാണ് ആളുകൾ റെയിലിന്റെ സിൽവർ ലൈൻ പദ്ധതിയെ കണ്ണും പൂട്ടി എതിർക്കുന്നത്. അതിനെപ്പറ്റി ഏതാനും കാര്യങ്ങൾ കൂടി. സിൽവർ ലൈനിന് വേണ്ടി ലിഡർ സർവേ വഴി അലൈൻമെന്റ് ഉണ്ടാക്കി അടുത്ത സ്റ്റെപ്പിൽ സാമൂഹ്യ ആഘാത പഠനം നടത്തണം. ദൃശ്യമായ അതിരും അടയാളങ്ങളും വേണം. അതിനാണ് മഞ്ഞക്കുറ്റി. ആ പഠനം കഴിയുമ്പോൾ അലൈൻമെന്റിൽ പിന്നീട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇതില്ലാതെ ഭൂമിയിൽ ഒരു പദ്ധതിയും നടപ്പിലാകില്ല. അനിവാര്യമായ ആ നടപടി മാത്രമേ സിൽവർ ലൈൻ പദ്ധതിയിലും ഇതുവരെ നടന്നിട്ടുള്ളൂ. ഇന്ത്യയിൽ തന്നെ നല്ല നഷ്ടപരിഹാരം കിട്ടുന്നത് കേരളത്തിലാണ്. പുതിയ ദേശീയപാത നിർമ്മാണത്തിൽ എത്രയോ സ്ഥലം എടുത്തു. ആർക്കെങ്കിലും പരാതിയുണ്ടോ? ആ ചെലവ് വഹിക്കാൻ കൂടിയാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ചെയ്യാത്ത രീതിയിൽ 5,580 കോടി രൂപ NH നിർമ്മാണത്തിന് കേരളം കൊടുത്തത്. അതിലും സമുചിതമായ രീതിയിൽ പരാതിയില്ലാതെ സിൽവർ ലൈൻ പദ്ധതിയിലും സ്ഥലം ഏറ്റെടുപ്പ് നടത്തുമെന്ന് സർക്കാർ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരിക്കും മുഖ്യ എതിർപ്പ് അതൊന്നുമല്ല. കേരളത്തിൽ മെട്രോ മാതൃകയിൽ തീവണ്ടി സർവീസ് ഉണ്ടായാൽ ബിസിനസ് കുറയുന്ന ഒരുപാട് സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. റിയൽ എസ്റ്റേറ്റും വാഹന നിർമ്മാണവും ഹോട്ടലുകളും പിന്നെ നിരവധി രാഷ്ട്രീയ കാരണങ്ങളുമെല്ലാം ഈ സ്ഥാപിത താല്പര്യങ്ങളിൽ പെടുന്നവയാണ്. ആലോചിച്ചാൽ സ്ഥാപിത താല്പര്യങ്ങളുടെ ലിസ്റ്റ് ഇനിയും നീളും. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ ചില മാധ്യമ കുടുംബങ്ങളുടെ താല്പര്യം കൂടി ഇപ്പറഞ്ഞതിൽ കാണാം. സ്ഥലം പോകുന്നവരുടെ വികാരമാണ് ശരിക്കുള്ളത്. അവരെ മുൻനിർത്തി മുൻ പറഞ്ഞവർ ഏത് കളിയും കളിക്കും. പറ്റിയ ആളുകളെയും കണ്ടെത്തും. അവർ വന്ന പരിസ്ഥിതി, സ്റ്റാൻഡേർഡ് ഗേജ്, പണച്ചെലവ്, കിഴക്ക് പടിഞ്ഞാറ് വിഭജനം, വന്ദേ ഭാരത് എന്നിങ്ങനെ കുറെ കാരണങ്ങൾ പറയും. ഒരു കാര്യം തീർച്ച, ഇപ്പോൾ തന്നെ കേരളത്തിൽ 1000 പേർക്ക് 400-നടുത്ത് വാഹനമുണ്ട്. അധികം വൈകാതെ ചെറു അങ്ങാടികൾ പോലും വാഹനപ്പെരുപ്പത്തിൽ ശ്വാസം മുട്ടും. ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് നിശ്ചിത സമയത്തെത്താൻ കഷ്ടപ്പെടും. റോഡ് അപകടങ്ങൾ വർദ്ധിക്കും. കാർബൺ ബഹിർഗമനം കൂടും. ഡൽഹി പോലെ ശുദ്ധവായു തോത് അന്തരീക്ഷത്തിൽ കുറയും. വരും തലമുറയ്ക്ക് വേണ്ടി എങ്കിലും വേഗ തീവണ്ടികൾ കേരളത്തിൽ വന്നേ തീരൂ. ഇന്ത്യൻ റെയിൽവേയുടെ ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ അവർ അങ്ങനെയൊന്ന് അടുത്ത 25 കൊല്ലത്തിലും കേരളത്തിൽ ചെയ്യാൻ വഴിയില്ല. അവരുടെ ഇപ്പോഴത്തെ നീക്കം കേരളം 50% ചെലവ് വഹിച്ച് 3-4 ബ്രോഡ് ഗേജ് ലൈൻ ഉണ്ടാക്കാൻ കൂടെ കൂടണം. ഇന്ത്യൻ റെയിൽവേ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഓടിച്ച് കാശുണ്ടാക്കും. അടുത്ത 3 പതിറ്റാണ്ടിൽ അതുപോലും നടക്കില്ല. അതിനു മുൻപേ സ്വകാര്യവൽക്കരണം നടക്കാനും സാധ്യതയുണ്ട്.